പുതിയ സർക്കാർ ഉത്തരവ് പ്രകാരം നമ്മുടെ പേർവിഷൻ അരിയർ അതായത് 20 പേർവിഷൻ അരിയർ നമുക്ക് 2 ഗഡു സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. 29/3/2025 ഇറങ്ങിയ ഉത്തരവ് പ്രകാരമാണ് ആ ഒരു പേർവിഷന്റെ അരിയർ നമുക്ക് 2 ഗഡു 1/7/2019 തൊട്ട് 2/2021 വരെയുള്ള നമുക്ക് 4 ഗഡുവായിട്ടാണ് സർക്കാർ ഉത്തരവ് ആയിട്ടുള്ളത്. പക്ഷേ അതിൽ 2 ഗഡുവാണ് ഇപ്പോൾ നമുക്ക് അനുവദിച്ചിട്ടുള്ളത്, 20% വെച്ചിട്ട്. അപ്പോൾ സർവീസിലുള്ള ജീവനക്കാർക്ക് അത് പി എഫിലേക്കും റിട്ടയർഡായ എംപ്ലോയീസിന് നമുക്ക് 2021 ശേഷം റിട്ടയർഡായ എംപ്ലോയീസിന് അത് ക്യാഷ് ആയിട്ട് നൽകാനായിട്ടാണ് ഉത്തരവ്. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഈ ഒരു വീഡിയോ. അപ്പോൾ അതിനകത്ത് ഞാനിവിടെ യൂസർ ഐ ഡി പാസ്വേഡ് വെച്ചിട്ട് ലോഗിൻ ചെയ്യുകയാണ്. നമുക്ക് OTP വരും, അപ്പോൾ അത് വെച്ചിട്ട് അതൊന്ന് ലോഗിൻ ചെയ്യാം. ഇവിടെ ഞാൻ യൂസർ ഐ ഡിയും പാസ്വേഡ് നൽകി, ഇവിടെ OTP ചോദിച്ചു, ഇവിടെ ഞാൻ OTP കൊടുത്തിട്ട് ലോഗിൻ ചെയ്യുകയാണ്. ഇവിടെ ഇപ്പം നമുക്ക് ലോഗിൻ ആയിട്ട് വന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇപ്പം ഒരു മെസ്സേജ് ഓക്കെ പറഞ്ഞു. ഇനിയിപ്പോൾ നമുക്ക് ചെയ്യേണ്ടത് സാലറി മാട്രിക്സിലാണ്. സാലറി മാട്രിക്സിൽ 11 പേർവിഷൻ അതിന് സബ്മെനുമായിട്ടാണ് നമുക്ക് പേർവിഷൻ അരിയർ പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുള്ളത്. അപ്പോൾ അതിന് സബ്മെനുമായിട്ട് നമുക്ക് പേർവിഷൻ അരിയർ റിട്ടയർഡ് എംപ്ലോയീസിൻ്റെ ഉണ്ട്, റീഎംപ്ലോയിഡ് ഉണ്ട്, മരിച്ചവരുടെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ 4 കേസുകൾ നമുക്ക് ഇവിടെ പറയുന്നുണ്ട്. നമുക്കിപ്പോൾ പേർവിഷൻ അരിയർ പ്രോസസ്സിങ്ങിൽ നമുക്ക് നിലവിലുള്ള എംപ്ലോയീസിനെ എങ്ങനെ നമുക്ക് പ്രോസസ്സ് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കേണ്ട ഓപ്ഷൻ സാലറി മാറ്റേഴ്സ്, അതിന്റെ സബ് ആയിട്ട് ഇവിടെ 11 പേർവിഷൻ എന്നുള്ളൊരു മെനു ഉണ്ട്. അതിന് സബ് ആയിട്ട് നമുക്ക് പേർവിഷൻ അരിയർ, അതിന് സബ് ആയിട്ട് പേർവിഷൻ അരിയർ പ്രോസസ്സിംഗ്. ഇപ്പോൾ റിട്ടയർഡ് എംപ്ലോയീസിന് എടുക്കണമെങ്കിൽ നമുക്ക് റിട്ടയർഡ് എംപ്ലോയീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഞാനിവിടെ പേർവിഷൻ അരിയർ പ്രോസസ്സിംഗ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാണ്. ഇവിടെ നമുക്ക് പീരീഡ് ഓട്ടോമാറ്റിക്കലി വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DDA കോഡ്, ബിൽ ടൈപ്പ് എന്നിവ സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു, ഓഫീസ് സെലക്ട് ചെയ്തു, DDA കോഡ് കൊടുത്തു. ഇവിടെ നമുക്ക് ബിൽ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഏത് ബിൽ ടൈപ്പുള്ള എംപ്ലോയീസിനാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത് കൊടുക്കും. അതിനുശേഷം സെലക്ട് എംപ്ലോയി എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വല സൈഡിലായിട്ട് നമുക്ക് എംപ്ലോയിയുടെ നെയിം ലിസ്റ്റ് ചെയ്യുന്നതാണ്. ഞാനിവിടെ സെലക്ട് എംപ്ലോയി ക്ലിക്ക് ചെയ്യാണ്. ഇവിടെ സെലക്ട് എംപ്ലോയി പറഞ്ഞു. ഇപ്പോൾ ഇവിടെ എംപ്ലോയി ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ആരെയാണ് ഇവിടെ പ്രോസസ് ചെയ്യേണ്ടത് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ട് ഇവിടെ സബ്മിറ്റ് ബട്ടൺ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക. നമുക്കിവിടെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇവിടെ നമുക്ക് മെസ്സേജ് കാണിച്ചു, യുവർ റിക്വസ്റ്റ് പേർവിഷൻ അരിയർ പ്രോസസ്സിംഗ് ഹാസ് ബീൻ അക്സെപ്റ്റഡ്, ജോയിൻ നമ്പർ എന്നുള്ള ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്. നമുക്കത് ഓക്കെ പറയാം. അപ്പം നമുക്ക് ഇതുപോലെ നമുക്കിവിടെ ജോബ് വെയിറ്റിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. നമുക്കിവിടെ റിഫ്രഷ് ക്ലിക്ക് കഴിഞ്ഞാൽ നമുക്കത് ആ ജോബ് പ്രോസസ്സിംഗ് സക്സസ് എന്നുള്ളൊരു മെസ്സേജ് വരും. നമുക്കവിടെ റിഫ്രഷ് എന്നുള്ളത് നമുക്കിവിടെ ജോബ് വെയിറ്റിംഗ് ആണ് കാണിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ രീതിയിൽ നമുക്കിവിടെ ബില്ല് പ്രോസസ് ചെയ്യാം. അപ്പം ഇനി നമുക്ക് റിട്ടയർഡ് എംപ്ലോയീസിന്റെ പ്രോസസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കൂടെ നോക്കാം. അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, ഞാനിപ്പം നോർമൽ എംപ്ലോയീസിനാണ് ചെയ്തത്. ഇനി റിട്ടയർഡ് എംപ്ലോയീസിന് ചെയ്യാനായിട്ട് നിങ്ങൾ വീണ്ടും പേർവിഷൻ ഉണ്ടെന്നുണ്ടെങ്കിൽ, റിട്ടയർഡ് എംപ്ലോയീസിന് ആർക്കെങ്കിലും ക്യാഷ് ആയിട്ട് കൊടുക്കാനെന്നുണ്ടെങ്കിൽ പരന്ന പേർവിഷൻ ആൻഡ് സബ്മെനുമായിട്ട് നമുക്ക് പേർവിഷൻ റിട്ടയർഡ് എംപ്ലോയീസ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാൻ നേരത്തെ സെലക്ട് ചെയ്ത ഓപ്ഷൻ പേർവിഷൻ അരിയർ പ്രോസസ്സിംഗ്. ഇപ്പോൾ നമ്മൾ റിട്ടയർഡ് എംപ്ലോയീസിനെ പ്രോസസ് ചെയ്യാനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ പേർവിഷൻ അരിയർ പ്രോസസ്സിംഗ് റിട്ടയർഡ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇവിടെ നിങ്ങൾക്ക് മന്തും മാസവും എല്ലാം ഇതായിട്ട് വരുന്നുണ്ട്. നമുക്ക് അവിടെ മാറ്റങ്ങളൊന്നും വരുത്തേണ്ടതില്ല. ഇവിടെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, ബിൽ ടൈപ്പ് മാത്രം കൊടുത്ത് സെലക്ട് എംപ്ലോയി പറഞ്ഞാൽ മതിയാവും. ഞാനിപ്പോൾ അതുകൊണ്ട് ഇവിടെ നിങ്ങൾക്ക് നിങ്ങളുടെ എംപ്ലോയിയുടെ പേര്, റിട്ടയർഡ് ആയ എംപ്ലോയിയുടെ പേര് ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ സെലക്ട് എംപ്ലോയി പറഞ്ഞപ്പോഴത്തേക്ക് അവിടെ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും സബ്മിറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ വീണ്ടും ജോബ് ആക്സെപ്റ്റ് നമ്പർ വന്നിട്ടുണ്ട്. അപ്പോൾ ജോബ് വെയിറ്റിംഗ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് വന്നിട്ടുണ്ട്. ഇതിപ്പം എല്ലാവരും ഈ ഒരു സമയത്ത് ഇത് ചെയ്യുന്നതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് പ്രോസസ്സായി വരാത്തത്. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്യാം. അപ്പം കുറച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് വരും. ഇപ്പം സെർവറിന്റെ എന്തോ ഇതുകൊണ്ടാണ് നമുക്കിത് ജോബ് വെയിറ്റിംഗ് കാണിക്കുന്നത്. നമുക്ക് എന്തായാലും ബില്ല് വെയിറ്റ് ചെയ്യുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ ജോബ് വെയിറ്റിംഗിലാണ്, നമുക്ക് ബില്ല് വരുന്നതിനൊന്ന് വെയിറ്റ് ചെയ്യാം. ഇവിടെ നമുക്ക് ബില്ല് പ്രോസസ്സായി കംപ്ലീറ്റ് ആയി വന്നിട്ടുണ്ട്. നമുക്ക് കുറച്ച് സമയം എടുക്കും. ആദ്യം പ്രോസസ്സിംഗ് കൊടുത്തിട്ട് കുറച്ച് സമയം എടുക്കുന്നുണ്ട്. ഇപ്പം തുടക്കം ആയതുകൊണ്ടാണ്, പിന്നെ അത് പെട്ടെന്ന് കിട്ടും നമുക്ക്. ഇതേപോലെ തന്നെ നമുക്ക് റിട്ടയർഡ് എംപ്ലോയീസിന്റെയും ബില്ല് ഞാൻ നേരത്തെ പ്രോസസ്സിംഗ് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ നിങ്ങൾക്ക് റിട്ടയർഡ് എംപ്ലോയീസിന്റെയും ബില്ല് നമുക്ക് ഇതേപോലെ എടുക്കാം. ഇനി നമുക്ക് ഇതിന്റെ ബിൽസ് ആൻഡ് ഷെഡ്യൂൾസ് എങ്ങനെ കാണാൻ പറ്റുമെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ സാലറി മാറ്റേഴ്സ്, അതിന്റെ സബ്മെനുമായിട്ട് 11 പേർവിഷൻ, അതിന്റെ സബ്മെനുമായിട്ട് പേർവിഷൻ അരിയർ ബിൽ എന്ന് കാണാം. ആ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ബില്ലെടുക്കാം. ഇവിടെ ഇതേപോലെ ഡിപ്പാർട്ട്മെന്റ്, ഓഫീസ്, DDA കോഡ് ഒക്കെ കൊടുക്കുക.
ഇവിടെ ഞാൻ ഓഫീസ് ഡെയിലി കോഡ് ഇനി മാസം സെലക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏത് മാസമാണ് നമ്മൾ ക്ലോസ് ചെയ്ത് ആ മാസം സെലക്ട് ചെയ്യാം. അപ്പോൾ അതിനുശേഷം തൊട്ട് താഴെയായിട്ട് നമുക്ക് ഇവിടെ ബില്ല് കാണാൻ പറ്റും. ഇവിടെ ബില്ല് പ്രോസസ് ആയി വന്നിട്ടുണ്ട്. അതിൽ സെലക്ട് എന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഇവിടെ ഇന്നർ ബില്ല് ചെക്ക് ചെയ്യാം. മറ്റ് ബില്ല് ഔട്ടറും മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് മേക്ക് ബില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രമേ കാണാൻ കഴിയും. അപ്പം ഇതിൽ തന്നെ ഇന്നർ ബില്ല് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഡൗൺലോഡ് ആയി വരുന്നത് കാണാം. നമുക്കിവിടെ ഓപ്പൺ ആയി വരുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ കാണാൻ പറ്റും. അതേപോലെ നമുക്ക് ഔട്ടർ ബില്ല് ഇതുപോലെ ക്ലിക്ക് ചെയ്ത് നോക്കുമ്പോൾ ഒരു മെസ്സേജ് ഇതിനകത്ത് ജനറേറ്റ് ചെയ്ത് വരുന്നുണ്ട്. മേക്ക് ബിൽ ചെയ്താൽ മാത്രമേ കാണാൻ കഴിയൂ. നമുക്കൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്ക് ഔട്ടർ ബില്ല് ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. അപ്പം നമുക്കിങ്ങനെ മെസ്സേജ് കാണിക്കുന്നുണ്ട്. ഔട്ടർ ബിൽ അവൈലബിൾ ഉള്ളി ആഫ്റ്റർ മേക്ക് ബിൽ പ്ലീസ് ട്രൈ ആഫ്റ്റർ മേക്ക് ബിൽ. നമുക്കിനി മേക്ക് ബിൽ ചെയ്യാം. അതിന് മുമ്പായിട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. നമുക്കിനി റിട്ടയർഡ് എംപ്ലോയീസിന്റെ അരിയർ കൊടുക്കണമെന്നില്ല. അവർക്ക് ക്യാഷ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പം സർക്കാർ ഉത്തരവ് പ്രകാരം റിട്ടയർ ആവുന്ന എംപ്ലോയിയുടെ TSP നമ്മൾ ക്ലോസ് ചെയ്യാനായിട്ട് ഉത്തരവുണ്ട്. അതനുസരിച്ച് ട്രഷറി ഡിപ്പാർട്ട്മെന്റ് അത് റിട്ടയർഡ് ആയ എംപ്ലോയീസിന്റെ TSP ക്ലോസ് ചെയ്തിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെയുള്ള എംപ്ലോയീസിന് നമുക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് അപ്ഡേറ്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അവരുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യണം. എന്നിട്ട് മാത്രമേ നിങ്ങൾ ഈ പ്രോസസ്സിംഗിലേക്ക് പോകാവൂ. അപ്പൊ റിട്ടയർഡ് എംപ്ലോയീസിന്റെ കാര്യത്തിൽ നിങ്ങൾ ആ ഒരു കാര്യം ചെയ്യുക. നിങ്ങൾ മേക്ക് ബിൽ ചെയ്യുന്നതിന് മുമ്പ് അത് ചെയ്താലും മതി. ബില്ല് പ്രോസസ് ചെയ്യുന്നതിന് കുഴപ്പമില്ല. ബില്ല് സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ആ ബാങ്ക് അക്കൗണ്ട് ഒന്ന് കറക്റ്റ് ചെയ്യണം. ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനായിട്ട് നിങ്ങൾ ചെയ്യേണ്ട ഓപ്ഷൻ നമ്മൾ വരുന്നത് പ്രോസസ്സിംഗിലാണ്. പ്രോസസ്സിംഗിൽ അതിന് സബ്മെനുമായിട്ട് അരിയർ, അതിന് സബ്മെനുമായിട്ട് സാലറി അരിയർ, അതിന് സബ്മെനുമായിട്ട് സാലറി അരിയർ റിട്ടയർഡ് എംപ്ലോയീസ്, അതിന് സബ്മെനുമായിട്ട് ഇവിടെ എഡിറ്റ് പ്രസന്റ് സാലറി എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്ത് നിങ്ങൾ ഈ പറഞ്ഞ എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ട് ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണ്. നമുക്ക് അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. നമുക്കിവിടെ ഇങ്ങനെ ഡിപ്പാർട്ട്മെന്റ് ഓഫീസ് പെൻ എംപ്ലോയി ടൈപ്പ് ചോദിക്കുന്നുണ്ട്. നമുക്കിന്ന് ഡിപ്പാർട്ട്മെന്റും ഓഫീസും പെൻ എംപ്ലോയി സെലക്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി മറ്റു കാര്യങ്ങളെല്ലാം വരുന്നതായിരിക്കും. നമുക്ക് അതൊന്ന് ചെക്ക് ചെയ്യാം. നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. അപ്പൊ ഇവിടെ ഞാനിവിടെ ഓഫീസ് ഡിപ്പാർട്ട്മെന്റ് സെലക്ട് ചെയ്തു, എംപ്ലോയി സെലക്ട് ചെയ്തു. എംപ്ലോയി സെലക്ട് ചെയ്തപ്പോഴത്തേക്ക് തൊട്ട് താഴെ മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് ക്രെഡിറ്റ് സാലറി ബാങ്ക് യെസ്, അതിന് തൊട്ട് താഴെയായിട്ട് TSB ആണ് കിടക്കുന്നത്. TSB അത് ആക്റ്റീവ് ആണെന്നുണ്ടെങ്കിൽ ട്രഷറി കൊണ്ട് അത് ക്ലോസ് ചെയ്യണം. അതിനുശേഷം നിങ്ങൾ ഇവിടെ ബാങ്ക് ഏതാണെന്നുള്ളത് നിങ്ങളുടെ ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ഇവിടെ നിങ്ങളുടെ ഈ പറഞ്ഞ എംപ്ലോയിയുടെ ബ്രാഞ്ച്, ബാങ്ക് അക്കൗണ്ട് നമ്പർ ഇത്രയും ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുത്ത് താഴെ കൺഫേം എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നമുക്ക് കൺഫേം എന്ന് കാണാൻ പറ്റും. ഈ രീതിയിൽ ഈ എംപ്ലോയിയുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ ഈ ഒരു ബില്ല് മേക്ക് ബില്ല് ചെയ്ത് സബ്മിറ്റ് ചെയ്യാവൂ. അപ്പം ഈ ഒരു കാര്യം കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. അപ്പം എടുക്കേണ്ട ഓപ്ഷൻ സാലറി മാറ്റ്, അതിന്റെ സബ്മെനുമായിട്ട് പ്രോസസ്സിംഗ്, അതിന്റെ സബ്മെനുമായിട്ട് അരിയർ, അതിന്റെ സബ്മെനുമായിട്ട് സാലറി അരിയർ, അതിന്റെ സബ്മെനുമായിട്ട് സാലറി അരിയർ, റിട്ടയർഡ് എംപ്ലോയീസ്, അതിന്റെ സബ്മെനുമായിട്ട് എഡിറ്റ് പ്രസന്റ് സാലറി. ഈ ഒരു ഓപ്ഷനിൽ കയറിയാണ് നമ്മൾ ഈ ഒരു ഇതെടുക്കുന്നത്. നമുക്കിനി മേക്ക് ബില്ലിലേക്ക് പോവാം. ഞാൻ ഈ കാര്യം കൂടെ പറഞ്ഞിട്ട് നമുക്കിനി മേക്ക് ബില്ലിലേക്ക് പോവാം. അതിനായിട്ട് നമ്മൾ എടുക്കുന്ന ഓപ്ഷൻ അക്കൗണ്ട്സിലാണ്. അക്കൗണ്ട്സിൽ മേക്ക് ബിൽ. ഇനി അക്കൗണ്ട്സിലേക്ക് വരിക. അക്കൗണ്ട്സിലേക്ക് വന്നിട്ട് ബിൽസ് ആൻഡ് സബ്മെനുമായിട്ട് മേക്ക് ബിൽ ഫ്രം പേറോൾ അത് സെലക്ട് ചെയ്യുക. അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ വരും. ഇവിടെ നിങ്ങൾക്ക് ഡിപ്പാർട്ട്മെന്റ് ബിൽ നേച്ചർ പേറോഷൻ അരിയർ 2019 സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഡിപ്പാർട്ട്മെന്റ് DD കോഡ് സെലക്ട് ചെയ്യാം. ഞാനിവിടെ DD കോഡ് സെലക്ട് ഇവിടെ ബിൽ നേച്ചർ പേറോഷൻ ഏരിയ 2019 പേറോഷൻ ഏരിയ ബിൽ. അപ്പൊ ഇവിടെ നമുക്ക് ഇങ്ങനെ ഒരു ഇത് വന്നു. ഇത് മേക്ക് ബിൽ ക്ലിക്ക് ചെയ്യാം. അപ്പൊ ഡു യു വാണ്ട് ടു പ്രൊസീഡ്? ഓക്കെ. ഇപ്പം അതിനകത്ത് നമുക്ക് ഹാസ് ബീൻ സക്സസ്ഫുള്ളി പ്രിപ്പയർഡ് ബിൽ നമ്പർ എന്നുള്ള ഇത് വന്നു. നമുക്ക് ഏറ്റവും താഴെയായിട്ട് നമുക്കിവിടെ ജനറേറ്റ് ഇന്നർ ബിൽ, ജനറേറ്റ് ഔട്ടർ ബിൽ, ജനറേറ്റ് ഷെഡ്യൂൾ, ജനറേറ്റ് ക്യൂബ് ഷെഡ്യൂൾ, ജനറേറ്റ് NPA ഷെഡ്യൂൾ, ഇങ്ങനെ 4 കാര്യങ്ങൾ ഇവിടെ തന്നെ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പം നമുക്ക് ഫസ്റ്റ് 25% നമുക്ക് ഈ ഒരു ബില്ലിൽ വരിക. നിങ്ങൾ ഈ ബില്ല് ട്രഷറി കൊടുത്ത് പാസ്സാക്കിയതിന് ശേഷമാണ് അടുത്ത ബില്ല് നമ്മൾ കൊടുക്കുക. നമ്മളത് സാലറി ഏരിയയിൽ മെർജ് ചെയ്യുകയല്ല ചെയ്യുക. നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ബില്ല് തന്നെ കൊടുക്കണം. ഇവിടെ ജനറേറ്റ് ഇന്നർ ബിൽ ഞാൻ ഡൗൺലോഡ് ചെയ്യുന്നു, ജനറേറ്റ് ഔട്ടർ ബിൽ ഡൗൺലോഡ് ചെയ്യുന്നു, ജനറേറ്റ് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുന്നു, ജനറേറ്റ് PF ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്യുന്നു, NBS ഷെഡ്യൂൾ, അതായത് NBS പോയിട്ടുള്ള എംപ്ലോയീസിന് NBS ക്ലിക്ക് ചെയ്ത് നമുക്ക് ഇതുപോലെ ഇപ്പൊ ഡൗൺലോഡ് ആയിട്ടുള്ള നിങ്ങളുടെ ഇന്നർ ബില്ല് ഔട്ടർ ബില്ല് ഇതേപോലെ നമുക്കിവിടെ ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇത് ഓരോന്നായിട്ട് നിങ്ങൾക്ക് ഓപ്പൺ ചെയ്ത് നിങ്ങൾക്കിത് പരിശോധിക്കാവുന്നതാണ്. അപ്പം വന്നിട്ടുള്ള ടോട്ടൽ എമൗണ്ടിന്റെ നമ്മുടെ ഇന്നർ ബില്ലിൽ മൊത്തം എമൗണ്ട് ആയിരിക്കും വരിക. അത് ആദ്യം കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാം. ചെക്ക് ചെയ്തിട്ട് അതിന്റെ 25% വന്നിട്ടുള്ളതെന്ന് കൂടെ ചെക്ക് ചെയ്യുക. അപ്പൊ അതിന്റെ ജനറൽ ഷെഡ്യൂൾ എന്നുള്ള ഓപ്ഷനിൽ നമുക്ക് ആ ഒരു ഇത് കാണാൻ പറ്റും. NBS ഉള്ളവർ മാത്രം NBS ഡൗൺലോഡ് ചെയ്താൽ മതി.
അതിൻ്റെ ഒരു വിഹിതം പോകുന്നവർ. അതുപോലെ PF ഷെഡ്യൂള് കൂടെ ഓപ്പൺ ചെയ്തിട്ട് അതും പ്രിന്റ് ഔട്ട് ഒക്കെ എടുക്കണം. അത് A3 പ്രിന്റ് എടുത്തിട്ട് നമ്മൾ ട്രഷറിയിൽ കൊടുക്കുകയാണ് ചെയ്യുന്നത്. നമുക്കിനി സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ബില്ല് കണ്ടു എല്ലാം ശരിയാണെന്ന് ഉറപ്പുവരുത്തിയതിനു ശേഷം നിങ്ങൾ ബില്ല് സബ്മിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അത് നിങ്ങൾ ഇതിപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ക്ലർക്ക് ലോഗിൻ ചെയ്യാൻ കഴിയും. അതിനുശേഷം നിങ്ങളത് സബ്മിറ്റ് DD ലോഗിൻ വഴി ചെയ്യുക. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പേ റിവിഷൻ ബിൽ പ്രോസസ്സിംഗുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ചെയ്യാനുള്ളത്. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ